സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം. വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും 9 വർഷങ്ങളാണ് കടന്നുപോയത്. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന ധാരണ അപ്രത്യക്ഷമായെന്നും വെല്ലുവിളിച്ചവർ നിശബ്ദരായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് കുറച്ച് ചുവടുവെപ്പുകളോടെയാണ് നാം മുന്നേറുന്നത്. നവകേരളം എന്നത് അവ്യക്തമായതോ അതിശയോക്തിപരമായതോ ആയ ഒരു സങ്കല്പമല്ല. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടാണ്. സാമ്പത്തിക വികസനവും സാമൂഹ്യ പുരോഗതിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, സമത്വവും നീതിയും മാനവികതയും പുലരുന്ന ഇടമാണ് നവകേരളം. അതിലേക്ക് കേരളത്തെ നയിക്കുന്ന നയമാണ് LDF സർക്കാർ നടപ്പാക്കുന്നത്. അർഹമായ പലതും തടഞ്ഞ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുന്നു എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. വികസനത്തിൽ പ്രതിപക്ഷം ഒപ്പം നിന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അർഹമായ പലതും തടഞ്ഞു വെച്ച് സംസ്ഥാനത്തെ ഞെരുക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. സമരം ചെയ്തും നിയമപോരാട്ടം നടത്തിയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാം നിർബന്ധിതമായിരിക്കുകയാണ്. സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച ഇച്ഛാശക്തിയുള്ള സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെയും നാം മറികടന്നുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പല്ല ഇപ്പോൾ പ്രധാനമെന്നായിരുന്നു തുടർഭരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, 45 മിനിറ്റ് നേരമെടുത്ത വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി കഴിഞ്ഞ 9 വർഷം LDF സർക്കാർ എന്തൊക്കെ നടപ്പാക്കിയെന്ന് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. അതും 2016 വരെ എന്തായിരുന്നു സ്ഥിതി, അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നിങ്ങനെ കണക്കുകൾ നിരത്തി താരതമ്യം ചെയ്തായിരുന്നു ഈ വാർത്താ സമ്മേളനം. ഏതൊക്കെ മേഖലകളിലാണ് കൂടുതലായി വിവരങ്ങൾ മുഖ്യമന്ത്രി പങ്കുവച്ചത്? പ്രജിൻ, മുഖ്യമന്ത്രി സർക്കാർ വാർഷികത്തിൻ്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിന് ശേഷമുള്ള ആഘോഷം, അതിന് കേക്ക് മുറിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് നൽകുന്ന ആഘോഷം ഇപ്പോൾ നടക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രം പണം അനുവദിച്ചില്ല, കേന്ദ്രം ഞെരിക്കുകയായിരുന്നു കേരളത്തെ എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ യാത്രകൾ പറഞ്ഞതിൻ്റെ അതേ കണ്ടന്റ് തന്നെ അവിടെ ആവർത്തിക്കുകയായിരുന്നു. കാരണം ഈ 4ാം വാർഷിക വേളയിലും കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെയാണ് കേരളം പല ഘട്ടങ്ങളിലും മുന്നോട്ട് പോകേണ്ടി വന്ന വികസന കാര്യത്തിൽ. മറ്റൊന്ന്, കേരളത്തിലെ പ്രതിപക്ഷം സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനൊപ്പം നിന്നില്ല എന്നുള്ള കൃത്യമായ രണ്ട് രാഷ്ട്രീയം കൃത്യമായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കി. ഒന്ന്, കേന്ദ്ര സഹായം ലഭ്യമാകുന്നില്ല, കേന്ദ്രം ഞെരുക്കിക്കൊണ്ടുള്ള സാഹചര്യത്തിലാണ് തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട്, നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുന്നു. മറ്റൊന്ന്, അതിനൊപ്പം തന്നെ കേരളത്തിലാണെങ്കിൽ പ്രതിപക്ഷം കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിനൊപ്പം നിന്നില്ല എന്നുള്ളത്. മറ്റൊന്ന്, കേരളയിൽ ഉൾപ്പെടെയുള്ള സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിൽ പദ്ധതി സമർപ്പിച്ചപ്പോൾ ഇവിടെയുള്ള രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്ക് അംഗീകാരം നൽകിയില്ല. ഏറ്റവും ഒടുവിൽ ശ്രീധരൻ രംഗത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ പ്രപ്പോസലുമായി ആ പ്രപ്പോസലും കേന്ദ്രത്തിന് മുൻപിൽ നൽകിയപ്പോൾ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവിന് കൃത്യമായ മറുപടി നൽകി. അത് ഇത്രയും തരം താഴാമോ, സ്വയം പരിഹാസിതനാകേണ്ടതുണ്ടോ പ്രതിപക്ഷ നേതാവ് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയായിരുന്നു ഉണ്ടായത്. പ്രജിൻ, ദീപക് ധർമ്മമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.